സ്വർഗം കീഴടക്കി നവഗ്രഹങ്ങളെപ്പോലും തന്റെ വരുതിയിലാക്കിയ രാവണന്റെ ശക്തിക്ക് ഇനി ഒരു വെല്ലുവിളിയില്ല എന്ന് തന്നെ ലോകം വിശ്വസിച്ചു. എന്നാൽ അത് പൂർണ്ണമായും ഒരു തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് കാലം തെളിയാക്കാൻ പോകുകയായിരുന്നു. എന്താണ് ആ കാര്യം എന്ന് അറിയുന്നതിനു മുൻപ് ഈ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തും അഭിപ്രായങ്ങൾ പങ്കുവച്ചും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്റെ ഊർജ്ജമാണ്. നമുക്ക് കത്തുടരാം. എന്തായിരുന്നു രാവണനെ സ്വർഗവിജയത്തിനു ശേഷം കാത്തിരുന്നത്? അത് അറിയാൻ നമുക്ക് ജംബുദ്വീപിലെ മഹിഷ്മതിയിലേക്ക് പോകണം. അവിടുത്തെ ചക്രവർത്തി ആയിരുന്നു വിശ്വപ്രസിദ്ധനായ മഹാശക്തനും പ്രതാപിയുമായ സാക്ഷാൽ കാർത്തിവീരാർജുനൻ. അദ്ദേഹം കഠിനമായ തപസ്സിലൂടെ ത്രിമൂർത്തികളുടെ ഒന്നിച്ചുള്ള അവതാരപിറവിയായ സാക്ഷാൽ ദത്താത്രേയ മഹർഷിയിൽ നിന്ന് അയാൾ 1000 കൈകൾ വരമായി വാങ്ങിയിരുന്നു. അങ്ങനെ അയാൾക്ക് സഹസ്രബാഹു എന്നും ഒരു പേർ കിട്ടി. രാവണനെപ്പോലെ തന്നെ അല്ലെങ്കിൽ അയാളെക്കാൾ വലിയ ശക്തിയായിരുന്നു കാർത്തിവീരനും. ഇതിനു മുൻപുള്ള സീസൺസും എപ്പിസോഡും കാണാൻ രാവണായനം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. മഹാശക്തികളായ 2 യോദ്ധാക്കൾ എങ്ങനെ പോരാടി, എന്തിനു പോരാടി, അത് അറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.